സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിരോധം തീർക്കാനായി ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കളെ പലരെയും നമ്മൾ കണ്ടു. അങ്ങനെ അല്ലാത്ത പലരെയും നമ്മൾ കണ്ടു. പക്ഷേ പ്രധാനമായും കോൺഗ്രസ് നേതാക്കളിൽ വലിയൊരു പങ്ക് ആളുകളും ആ പ്രതിരോധത്തിനായി ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അത് തിരിച്ചടിക്കുമോ എന്നുള്ള സംശയം തീർച്ചയായും എനിക്കുണ്ട്. ഒരു പാർട്ടി എന്ന നിലയ്ക്ക് തീർച്ചയായും തിരിച്ചടിക്കുമോ എന്നുള്ള സംശയമുണ്ട്. കാരണം ഇന്നിപ്പോൾ മാത്യു കുഴൽനാടൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കാണുമല്ലോ, റിയൽ ആണ് വേണ്ടത്, റീൽസ് അല്ല വേണ്ടത് എന്ന്. ഇത് ആർക്കെതിരെ ഉയരുന്ന പരിഹാസമാണ്. അത് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ പ്രതിപക്ഷ മറ്റു കക്ഷികൾ, മറ്റു പാർട്ടികളെല്ലാം ഉയർത്തുന്ന വലിയ ആരോപണമാണ്. ആ ആരോപണം അതേ മട്ടിൽ ആവർത്തിച്ചിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ. ഒരു യൂത്ത് കോൺഗ്രസിലും ആരോപണം ഉണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസിലും ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ ആ ആരോപണം ഇങ്ങനെ ആവർത്തിച്ച് പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകനെതിരെ സ്വീകരിക്കേണ്ട സമീപനം അതുതന്നെയാണ്. തിരുത്തി വരട്ടെ, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഈ തെറ്റ് തിരുത്തി ഒന്നുകിൽ വരിക, അല്ലെങ്കിൽ കോടതിയിൽ തെളിയിച്ചു വരിക എന്നൊക്കെയുള്ള ചില നടപടിക്രമങ്ങളുണ്ടല്ലോ. അതിന് കാത്തിരിക്കാതെ അതിന് മുമ്പ് തന്നെ വലിയൊരു പ്രതിരോധ വലയം തീർക്കുന്നത് അബദ്ധമാവാനേ സാധ്യതയുള്ളൂ. കാരണം ജനങ്ങൾക്ക് മുന്നിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ആണ് വന്നത്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ CPIM പറയുന്ന ഒരു കാര്യമുണ്ട്, ജനങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് എവിഡൻസ് ആണ്, ആരോപണങ്ങളല്ല. ഇതിൽ ആരോപണം ഉന്നയിക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് ആരുടെ ശബ്ദമാണ് ഇത്, അയാളെ കണ്ടെത്തിക്കൊണ്ട് ആ പരാതി എടുത്ത് അത് ഈ കേസിൽ ഉൾപ്പെടുത്താം എന്നുള്ള ആലോചന അവർക്കുണ്ട്. നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കേസും പ്രശ്നവുമായി പോകാൻ ആ സ്ത്രീ താല്പര്യപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെയൊക്കെ സാധ്യത വേറെ അവിടെ നിലനിൽക്കുകയാണ്. അതുമാത്രമല്ല, അങ്ങനെ പോയാൽ വേറെ തരത്തിലുള്ള ഭീഷണിയോ ഒരുപക്ഷെ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇടപെടലോ ഒക്കെ ഉണ്ടാവുമോ എന്നുള്ള ആശങ്ക അവർക്കും കാണുമല്ലോ. അതുകൊണ്ട് ആ നിലയ്ക്കൊന്നും കാര്യങ്ങൾ നീങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ കാത്തിരിപ്പ് പക്ഷേ ഇവർക്ക് വേണ്ടതായിരുന്നു. ഇപ്പോൾ VD സതീശൻ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, ഈ CPIM ആണ് ഒറ്റയടിക്ക് പ്രതിരോധിക്കാൻ ഇറങ്ങുക, ഇത്തരം ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകളെ ന്യായീകരിക്കാൻ ഇറങ്ങുക എന്നത് VD സതീശൻ ഇന്നലെ വരെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കൂ, കോൺഗ്രസ്സുകാരെല്ലാം ചെയ്യുന്നത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുകയാണ്, തുടർച്ചയായി ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. P. ശശിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. P. ശശിയുടെ കാര്യത്തിൽ ഇപ്പോൾ CPIM എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ ഇറങ്ങി ഇത് വലിയ ചർച്ചയ്ക്ക് വെക്കില്ല. പക്ഷേ അവിടെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. P. ശശിയുടെ കാര്യത്തിൽ, PK ശശിയുടെ കാര്യത്തിൽ നടപടി വന്നിട്ടുണ്ട്. വിമർശിക്കാൻ ധാരാളം വക അതിനകത്തുണ്ട്. ആ ഘട്ടത്തിലെല്ലാം നമ്മളെല്ലാവരും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ദീർഘകാലത്തേക്ക് നീണ്ടുനിന്ന നടപടി ഉണ്ടായി. ഒരു വ്യാഴവട്ടക്കാലത്തേക്ക് P. ശശിക്കെതിരെ ഒരു നടപടി നീണ്ടുനിന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങ് പെട്ടെന്ന് എല്ലാവരും മറന്നു പോകുമെന്ന് നമ്മൾ കരുതരുത്. അപ്പോൾ ഇപ്പോൾ VD സതീശൻ ഈ നിലയ്ക്ക് ഒരു അഭിപ്രായം ഇന്നലെ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്തിറങ്ങില്ല. കാര്യം അദ്ദേഹം മനോവേദനയോടെയാണ് ഞാൻ നടപടി സ്വീകരിച്ചത് എന്ന് പറഞ്ഞ് അത് ഒതുക്കും എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ ഇന്ന് ധാരാളം നേതാക്കൾ പ്രതിരോധിക്കാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഷാഫി പറമ്പിലിനെ അത്ര അഗ്രസീവായി തടഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ DYFIയുടെ നീക്കത്തിലും ചെറിയ പാളിച്ച ഉണ്ടായിട്ടുണ്ട്. ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒരു രാഷ്ട്രീയ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.